ടു യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് ലേറ്റ് ഉണ്ടല്ലോ, നമ്മള് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ നമ്മള് എത്രയും പെട്ടെന്ന് ഇടാനുള്ള ഒരു ഇതിലാണ് ദൃശ്യം 3. ജിത്തു ജോസഫ് എന്തുകൊണ്ടും ഫസ്റ്റ് പാർട്ടിനെയും സെക്കൻഡ് പാർട്ടിനെയും നീതി പുലർത്തി തന്നെ ചെയ്തിട്ടുള്ള ഒരു തേർഡ് പാർട്ട് നമുക്ക് പറയാം. നമുക്കിപ്പോ ലാലേട്ടനാണെങ്കിലും ആരെയും കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന ഒരാള് അതേപോലെ ആയി കഴിഞ്ഞു ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു ഫാമിലി പോലെ. അതായത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇനി അടുത്ത് എന്താ ഉണ്ടാവാൻ പോകണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആണ് അതില്. എന്തുകൊണ്ടും നല്ലൊരു ഫിലിമായിരുന്നു. അത് ജിത്തു ജോസഫ് ആണെങ്കിൽ തന്നെ ഇന്നലെ ഒരു ലൈവില് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരുപാട് ഒരു എന്താ പറയാ ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോ നമുക്ക് എന്താ ഇങ്ങനെ എന്നുള്ള ഒരു രീതിയിൽ തോന്നാൻ ചാൻസ് ഉണ്ട്. ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമോ? ഞങ്ങൾക്ക് സ്പോയിലർ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഇമോഷണലി നമ്മളെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന തരത്തിലാണ്. എനിക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് പോയാണ് കഴിഞ്ഞ 2 പാർട്ടിലും നമുക്കറിയാം എല്ലാം അവരുടെ പോലീസുകാരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചിട്ട് ഉള്ള ഒരാളാണ് ജോർജ് കുട്ടി. അപ്പോൾ ആള് സദാസമയം വിജിലന്റ് ആണ്. ആള് ഉറങ്ങുണ്ടോന്ന് വരെ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതൊക്കെ നെക്സ്റ്റ് മിനിറ്റിൽ ആരെങ്കിലും നമ്മുടെ പുറകെ ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ജോർജ് കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇപ്പൊ മീനയുടെ അടുത്താണെങ്കിലും കുട്ടികളുടെ അടുത്താണെങ്കിലും അത് അത്രത്തോളം റിവീൽ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അത് അത്ര കണ്ട് ടെൻഷൻ ഇല്ല. പക്ഷെ മോഹൻലാൽ എപ്പോഴും അതിലിങ്ങനെ അയ്യോ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു സംഭവം ജോർജ് കുട്ടി. അതെ, ആ ഒരു സംഭവം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു ഫിലിമിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. അപ്പോ നല്ലൊരു ഫിലിം തന്നെയാണ്. സ്പോയിലറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ അതിരടിയുടെ ക്യാമിയോ റോളൊക്കെ നെക്സ്റ്റ് ഡേ തന്നെ റീല് വരെ ഇൻസ്റ്റയിലൊക്കെ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ആദ്യം തന്നെ പോയി കണ്ടോളൂ. നല്ല ഫിലിംസിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. നല്ലൊരു റോളൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് ഫിലിമിലുള്ള ഒരാളുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ളൊരു റോളൊക്കെ തിരിച്ചുവരവൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബൈ.